ഹലോ. അപ്പോൾ ഞാൻ വീണ്ടും ഈ ഡ്രസ്സിൽ ഈ കുറഞ്ഞ തന്നെ വന്നേക്കുന്നത് വെച്ചാൽ ഒരു ദിവസം ഞാൻ 3 വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യാറുണ്ട്. കാരണം ടൈം കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യണേന്. അപ്പം ടൈം ബക്സിൻ്റെ സർവേനെ പറ്റിയിട്ടും സർവേ ചെയ്ത് ഫുൾ വീഡിയോ ഇടുമെന്നും പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് DM ചെയ്തിട്ടുണ്ട്, ലൈവിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആട്ടോ ഇത്. സർവേ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ബ്രീഫായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തതിന് പറയാം. അപ്പോൾ നിങ്ങൾ അതേപോലെ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാറ്റം വരുത്തിയിട്ട് നിങ്ങളത് ചെയ്യാം. പിന്നെ ഇതേപോലെയുള്ള സർവേ കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതേപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് 10 മിനിറ്റിൻ്റെ ഒരു 2 ഡോളർ കിട്ടുന്ന ഒരു സർവേ ആയിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങൾ സർവേ ചെയ്യുമ്പോൾ എപ്പോഴും സ്പീഡ് കുറച്ചിട്ടും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടും ക്ലിയർ ആക്കിയിട്ടേ ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ബാക്ക് വരും, അതേപോലെ നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്ത് കളയുകയും ചെയ്യും സർവേയിൽ നിന്ന്. ഓക്കെ, ഞാനിത് നാണ്ട് നിങ്ങൾക്ക് നേരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകം പറയുന്നുണ്ട്, പതുക്കെ ആയിരിക്കണം. ഇതിന് വേണ്ടത് ഒരു ഫീഡ്ബാക്കാണ് വേണ്ടിയത്. 20 മിനിറ്റ് എടുക്കും. അപ്പോൾ നമ്മൾ അത്രയും നേരം നിന്നിട്ട് വേണം ഇതാക്കാൻ. നമ്മുടെ തോട്ട്സും കാര്യങ്ങളും പെർഫെക്റ്റ്ലി നമ്മൾ റൈറ്റ് ചെയ്യണമെന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഒരു മിനിറ്റെങ്കിലും വായിച്ച് നോക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങളുടെ കൺട്രി ഏതാണ്. അപ്പോൾ ഞാൻ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യ കൊടുത്തിട്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഏത് ലാംഗ്വേജാണ് ഫ്ലുവൻ്റ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇംഗ്ലീഷ് കൊടുത്തു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണെന്ന്, ഇതൊക്കെ പ്രൊഫൈൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും കേട്ടോ. എൻ്റെ ജോലി എംപ്ലോയിഡ് ഫുൾ ടൈം കൊടുത്തു. പിന്നെ അവരെൻ്റെ അടുത്ത് ചോദിച്ചത് എത്ര എംപ്ലോയീസ് ഉണ്ട്. അപ്പം ഞാൻ 500 to 1000-ൻ്റെതാണ് കൊടുത്തത്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇതൊക്കെ IT റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു കേട്ടോ. $2 ഒറ്റ സർവേയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് IT റിലേറ്റഡ് ചോദ്യങ്ങളായിരുന്നു. അപ്പം ഞാൻ ഈ IT റിലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇത് എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ആൻസറല്ല, അത് നമുക്ക് അതിലൂടെ ആപ്റ്റ് ആവുന്ന എന്ത് ആൻസറാണ് അതാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇതിലൊക്കെ ഞാൻ ഡിസിഷൻ മേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിക്കാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളെപ്പോഴും ആക്കുന്നുണ്ട് എന്ന് മാത്രമേ കൊടുക്കാവൂ. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ കറക്റ്റിന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രം ചെയ്യുക. പിന്നെ എൻ്റെ അടുത്ത് സെക്യൂരിറ്റി സൊല്യൂഷൻസിന് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്തും ഞാനൊരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട് എന്നാണ് ടൈപ്പ് ചെയ്തത്. സർവേ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മാക്സിമം സ്പീഡ് കുറച്ചും നോക്കി ഒക്കെ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർവേയിൽ ഇത്രയും വലിയ ഡോളർ, ഏകദേശം ഒരു $2 സർവേയാണ്. അപ്പോൾ ഇത് അവർക്ക് ഇത്രയും രൂപ തരണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആൻസേഴ്സും ഇത്ര സ്പെസിഫിക് ആയിരിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യ സെക്ഷൻ ഇവർ ചോദിച്ചത് ഞാൻ എന്തൊക്കെ ഡിസിഷൻ മേക്കിലുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ ഡിസിഷൻ മേക്കിങ്ങിലുണ്ട് എന്നുള്ള രീതിക്കാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു AI ടൂളിൻ്റെ ഇതിൽ താൻ എന്തെങ്കിലും ഡിസിഷൻ മേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് കൊടുത്തു. പിന്നെ അവരെൻ്റെ അടുത്ത് ചോദിച്ചത് കറണ്ട് റോള്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് യുവർ കറണ്ട് ഫങ്ഷൻ. ഞാൻ ഇത്രയും സ്ലോ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുറേ പേർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് എളുപ്പത്തിലാണ് സർവേ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലാഗാക്കി ചെയ്യുന്നത്. അപ്പം നിങ്ങളത് ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഞാൻ നേടുന്നത് പോലെ സർവീസിന് ഏണിങ്സ് നേടാൻ പറ്റും. ഞാനിതിൽ അതർ എന്നുള്ള ഓപ്ഷനിൽ IT റിലേറ്റഡ് ആയിട്ടാണ് കൊടുത്തത്. പിന്നെ എത്ര പെർസെൻറ്റേജ് ഓഫ് ടൈം, അതായത് എൻ്റെ പെർസെൻറ്റേജ് ഓഫ് ടൈമിൽ ഞാൻ എത്രയാണ് കമ്പനിക്ക് വേണ്ടി ചിലവാക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അവരതിൻ്റെ അകത്ത് 0 to 100 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ നമ്മളൊരു നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു 75 അടിച്ചു കൊടുത്തത്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് PCS ആൻഡ് സോഫ്റ്റ്വെയർ അതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എങ്ങനെ റെസ്പോൺസിബിൾ ആണോ അല്ലയോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഫുള്ളി റെസ്പോൺസിബിൾ, ചിലതിൽ പാർഷ്യലി റെസ്പോൺസിബിൾ അങ്ങനെ കൊടുത്തു. കാരണം എല്ലാത്തിലും ഫുള്ളി റെസ്പോൺസ് കൊടുത്താൽ അവർക്ക് ഡൗട്ട് അടിക്കുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, കുറച്ചിൽ നമ്മൾ റെസ്പോൺസ് ഉണ്ട്, കുറച്ചിൽ നമ്മൾ റെസ്പോൺസ് ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കുക. അത് ജസ്റ്റ് ടൈം എടുക്കുക. ഒരു ചോദ്യം വായിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് നിങ്ങൾ സ്റ്റക്ക് ചെയ്ത് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോവാം. പിന്നെ എൻ്റെ അടുത്ത് അവർ ചോദിച്ചിട്ടുണ്ടത് ലീഡർഷിപ്പ് ടീമിനെ പറ്റിയിട്ടാണ്, അതെൻ്റെ നോളജ്. അപ്പോൾ ഇതിന് നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ടാബ്ലറ്റ്, സ്മാർട്ട് PC അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൊടുത്തത്. ഇത് നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് കൊടുക്കാം. ഇൻ കേസ് ഇങ്ങനത്തത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ സർവേ ശ്രദ്ധിച്ച് വായിച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ കറക്റ്റിന് ചെയ്ത് പോവാം. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് OLED ഡിസ്പ്ലേ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേനെ പറ്റിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു.
അപ്പം ഞാൻ അതിനിങ്ങനെയാണ് ട്രാവലിംഗ്, സെയിൽസ്, ഫയർ വേർഡ്സ്, യുവർ കമ്പനി, ലീഡർഷിപ്പ് ടീം, അങ്ങനെയൊക്കെ കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ റാൻഡമായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോവാതും ജസ്റ്റ് നമ്മൾ വായിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് മാത്രമേ റാൻഡമായിട്ട് ക്ലിക്ക് ചെയ്ത് പോകാവൂ, അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് അടിക്കും. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു OLED ഡിസ്പ്ലേൻ്റെ കുറച്ച് പേരോ അങ്ങനെ നെയിംസ് അങ്ങനെ എന്തെങ്കിലും അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയർ ഫേസിങ് ക്യാമറ, PC പെന്ന്, അങ്ങനെയൊക്കെ ഉള്ള സംഭവത്തിൻ്റെ പേരോ എക്സാമ്പിൾസോ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എല്ലാം ഞാനിങ്ങനെ ജസ്റ്റ് നമ്മളിത് വായിച്ചിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളിത് കോപ്പി ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ പോവുക. ഓക്കെ, അപ്പം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തത് OLED ഡിസ്പ്ലേൻ്റെ ഇവിടെ സംടൈംസ് പർച്ചേസ് എന്നും നാളെ ടൈം പർച്ചേസ് എന്നും അങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് റാൻഡമായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അത് ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. കാരണം ഏത് സർവേയിലും സമയം എടുത്തിട്ട് ചെയ്യുമ്പോൾ അവർ വിചാരിക്കും നമ്മൾ നല്ലപോലെ സർവേ ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. സോ നമ്മളങ്ങനെ വേണം ചെയ്യാൻ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഡിജിറ്റൽ PC പെന്നിനെ പറ്റി ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ടെന്നാണ്, അതൊക്കെ അങ്ങനെയാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ എപ്പോഴും സ്പീഡ് കുറച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണമെന്ന് വെച്ചാൽ സ്പീഡ് കൂട്ടി ചെയ്താൽ നമുക്ക് പൈസ ക്രെഡിറ്റ് ആവത്തില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ സ്പീഡ് കുറച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് പൈസയാണല്ലോ അത്യാവശ്യം. അപ്പോൾ അതുപോലെ ഞാനും സ്പീഡ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പർച്ചേസിങ്, ഡിസിഷൻ മേക്കിംഗ് എന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ അടിച്ചു കൊടുത്തു. അപ്പം ഒരുവിധം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി കൊള്ളാമെന്നും ഇറ്റ് ആബ്സല്യൂട്ട്ലി ആസ് എന്നുള്ളത് അടിച്ചു കൊടുത്തു. പിന്നെ അവരെൻ്റെ അടുത്ത് അതായത് ഫ്ലീറ്റ് ടു മാനേജ് എന്നുള്ള ഓപ്ഷനിൽ കുറേ ഓപ്ഷൻ തന്നിട്ട് നമ്മുടെ കംഫർട്ടിന് അനുസരിച്ച് 1 to 7 വരെ തന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യാൻ പറയും. നമുക്ക് ഇതൊക്കെ ഇഷ്ടമുള്ള സംവാട്ട് ഇമ്പോർട്ടൻ്റ് എന്നോ ന്യൂട്രൽ എന്നോ വെരി ഇമ്പോർട്ടൻ്റ് എന്നോ അത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ എന്താണ് ആൻസറായിട്ട് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിനെ കുറച്ച് ഏരിയ നെറ്റ്വർക്കിനെ ചോദിച്ചിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടോയെന്നോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉണ്ട്, മസ്റ്റ് ബി സർവീസബിൾ എന്നും സ്റ്റോറേജ് ഉണ്ടെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ അടിച്ചു കൊടുത്തു. ഡിസ്പ്ലേയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ടൈപ്പ് ചെയ്യാനാണ്. You indicated that you would prefer at least one to the list components on a detachable PC serviceable. ഇത് സർവീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള രീതിക്ക് എന്തോ ചോദ്യമായിരുന്നു. അപ്പം ഞാൻ സംടൈംസ് PC ഗോട്ട് ഫുള്ളി അതെന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ചില സമയത്ത് അത് ഫുള്ളി ഡാമേജ്ഡ് ആകുമ്പോഴത്തേക്ക് അത് അങ്ങനെയൊക്കെ സർവീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള രീതിക്കുള്ള ചോദ്യത്തിന് നമ്മൾ അങ്ങനെ ഉത്തരം കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഉത്തരം കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് വരും. അതും നമ്മൾ പതുക്കെ വേണം ചെയ്യാൻ. പതുക്കെ എന്ന് വെച്ചാൽ പതുക്കെ. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അതായത് എന്താ പറയുക, ഇത് കുറേ നമ്മുടെ കൺസെപ്റ്റിന്, അതായത് നമ്മളെ കൺസെപ്റ്റ് എന്താണ്, ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് എന്താണ് എന്നുള്ള രീതിക്ക് കുറച്ച് പ്രൊഡക്റ്റ് നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് അതിൻ്റെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ആദ്യം ഒരു ആമുഖം പോലെ കുറച്ചവിടെ അവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അപ്പോൾ നമ്മളത് എന്താണെന്ന് വെച്ചാൽ വായിച്ച് നോക്കുക. ജസ്റ്റ് ഓടിച്ച് വായിക്കരുത്. നമുക്ക് ജസ്റ്റ് നല്ലപോലെ ഒന്ന് വായിച്ച് നോക്കുക. കാരണം അതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാവുന്ന കണക്ക് ഇതാക്കുക. എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്കേഴ്സ് ഓഫ് യുവർ ഓർഗനൈസേഷൻ, ഇങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് എൻ്റെ ഓർഗനൈസേഷനിൽ ആൾക്കാർ എടുക്കുമോ എന്നുള്ള രീതിക്കുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് തന്നെ നമുക്ക് ഞെക്കാമല്ലോ. അപ്പം പിന്നെ ചോദിച്ചത് ഇതിൻ്റെയൊക്കെ എത്രത്തോളം പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ടെന്നുള്ള രീതിക്ക്. അപ്പോൾ വെരി ലൈക്ലി, എക്സ്ട്രീമിലി, അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്ട്രീമിലി, കോൺഫിഡൻ്റ്, ന്യൂട്രലി അങ്ങനെയൊക്കെ ചോദിക്കുക. അങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കുക. അത് നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അത് ചോദിച്ചിട്ടുണ്ടത് ടേക്ക് എ ലുക്ക് ബിലോ. ഇത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എത്രത്തോളം കൂട്ടുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് ചോദിച്ചത്. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇതിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ടാണ് ഈ സർവേ വന്നിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളടുത്ത് നേരത്തെ, സർവേ ചോദിക്കുന്നത് അങ്ങനെയാണെന്ന്. പിന്നെ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് കൺസേൺസാണ് ഇതിൽ പർച്ചേസ് ചെയ്യുന്നതിൽ ഉള്ളത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലെനിക്ക് എന്താണ് അറിയാവുന്നത്, നമ്മൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് അത് ജസ്റ്റ് നിങ്ങളിവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ട, താങ്ക് യു യുവർ റെസ്പോൺസ് സോ ഫാർ, പ്ലീസ് ടേക്ക് എ മൊമെൻറ്റ് ടു ബിലോ ദ പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. ഇതും കൂടെ ഒന്ന്, ഈ പ്രൊഡക്റ്റിൻ്റെ കൺസെപ്റ്റും കൂടെ ഒന്ന് റിവ്യൂ ചെയ്യുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തിട്ടു. അപ്പോൾ ഇത് വീണ്ടും ഈ 30 HP X2 എന്ന് പറയുന്നത് അതിനെ പറ്റിയും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം നമ്മൾ. അപ്പോൾ ഞാനത് വായിച്ച് നോക്കിയിട്ട് പിന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ റിവ്യൂ ഇത് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഇത് കാണുമ്പോൾ നമുക്കറിയാം അടുത്തതിന് ഇതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. നേരത്തെ ചോദിച്ച പോലെ ആയിരിക്കാനും ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അന്നേരം നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ താഴെ ഒരു 23% എന്ന് പറഞ്ഞ് കിടക്കുന്നത്, അതിൻ്റെ അപ്പുറത്തോട്ടൊരു ചിഹ്നം കിടക്കുന്നില്ലേ, അതാണ് ഇതിലെ നെക്സ്റ്റ്. അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സർവേ ഇതാവുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഇത് സർവേ ഒരിക്കലും അങ്ങനെ ആവാതിരിക്കത്തില്ല. നിങ്ങൾ അതിനനുസരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തന്നിരിക്കുന്നത് ഒന്ന് റാൻഡംലി വായിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് ടൈം എടുത്ത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. നമ്മൾ ചെറുതായി ഇരുന്ന് ചെയ്യുമല്ലേ. ഓക്കെ, അതും മറ്റേത് ചോദിച്ച പോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ റാൻഡംലി ക്രിയേറ്റീവ് എക്സ്പെർട്സ് എന്നോ ലൈൻ എന്നോ ടെക് എക്സ്പെർട്ട് എന്നോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോവാം. എനിക്കിത് ഇങ്ങനെയുള്ള സർവീസ് കിട്ടുമ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ഇങ്ങനെയുള്ള റിവ്യൂസും കാര്യങ്ങളും കൊടുക്കുന്ന കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയുള്ള റിവ്യൂസും കാര്യങ്ങളും കൂടുതൽ സർവീസിലെ റിവ്യൂസും കാര്യങ്ങളെ വരത്തുള്ളൂ. ഞാൻ കാണിച്ചു തന്നില്ലേ, അതേപോലെ. അപ്പോൾ വെരി ലൈക്ലി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഞാനും വെരി ലൈക്ലി ഒക്കെയാണ് കൊടുക്കുന്നത്. കാരണം നമുക്കെപ്പോഴും ലൈക്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണല്ലോ, അങ്ങനെ ആണല്ലോ വേണ്ടത്. ഈ പ്രൊഡക്ട്സൊക്കെ നമ്മുടെ മാർക്കറ്റിൽ എത്തുമ്പോഴത്തേക്ക് അവർക്ക് നല്ലതുപോലെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടായാൽ മാത്രമേ അവർക്ക് മാർക്കറ്റിലോട്ട് എടുക്കാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സർവേസൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെ പൊക്കി തന്നെ പറയാം. അപ്പം ഞാനും പൊക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്ത് കൺസേൺസ് ആണോ ഉള്ളതെന്ന് നേരത്തെ പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നോ വൺ സ്റ്റോപ്പിംഗ് ടു, ഇത് എനിക്ക് കൺസ്യൂം ചെയ്യാൻ ആരും എന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യത്തില്ല എന്നുള്ള രീതിക്ക് എടുക്കാം. അപ്പം പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് കീപ്പ് വർക്കിംഗ് ജസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ്, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറയും. അപ്പോൾ ഇത് രണ്ടിൽ ഏതാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനെ പറ്റിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും അത് നമ്മൾ വായിച്ചതിൻ്റെ ഓർമ്മയിലോ അല്ലെങ്കിൽ വായിച്ച് വെച്ചിട്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മോർ അട്രാക്റ്റീവ് എന്നും സൂപ്പർ എന്നും അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ അടിച്ചു കൊടുക്കും. എന്നിട്ട് വീണ്ടും എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൽ ഓരോ ഡിസ്പ്ലേ, കീബോർഡ്, സോഫ്റ്റ്വെയർ അങ്ങനെ ഓരോ സംഭവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 ഓപ്ഷൻ വെച്ച് കൊടുക്കും. അതിൻ്റെ അകത്ത് നിന്നും 2 ഓപ്ഷനിൽ നിന്നും നമ്മൾ ഒരെണ്ണത്തിൻ്റെ ഓരോ ഓപ്ഷൻ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ ക്ലിക്ക് ചെയ്ത് ഓരോന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോസിബിൾ ആയില്ല. അപ്പോൾ ഇങ്ങനെ കാണിക്കും, നോ വൺ മോർ ക്വസ്റ്റ്യൻ ആർ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് റെഡിൽ കാണിക്കും. അപ്പം ഞാൻ അതേപോലെ തന്നെ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടൈപ്പല്ല, ഓരോന്നിനും ഓരോന്നായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് ഓക്കെ ആവത്തുള്ളൂ. അങ്ങനെ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളിത് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് മീൻസ് അതിൻ്റെ അകത്തൊരു സൈഡിൽ ബട്ടൺ ഉണ്ട്, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ എനിക്ക് ക്രെഡിറ്റ് ആയിക്കണ്ടോ $2.76 എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സർവേ ഈസി ആയിട്ട് എളുപ്പത്തിലും ചെയ്യുന്നത്. നിങ്ങൾ എല്ലാ പേരും പറഞ്ഞ ക്രെഡിറ്റ് ആവത്തില്ല എന്നല്ല, ഇങ്ങനെയാണ് ക്രെഡിറ്റ് ആവുന്നത്. ഇത് അപ്പോൾ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് വരും. കാരണം എനിക്കന്ന് അപ്പോഴേ 28 അങ്ങനെ ഉള്ളായിരുന്നു. പിന്നെ എനിക്ക് $30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ മാത്രമേ നിങ്ങൾ സർവേ ചെയ്യാവൂ. ഒരിക്കലും ധൃതി കൂട്ടി ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾക്ക് പൈസ ക്രെഡിറ്റ് ആവത്തില്ല. അപ്പം ഇങ്ങനെ സർവേ ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ സബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.